അതായത് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻസിന്റെയും ബാക്കി എല്ലാ വിദ്യാർത്ഥികളുടെയും ബിഹാഫ് ഓഫ് പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സംഭവം നടന്നിട്ട് 4 ദിവസം ആയിട്ടും മാനേജ്മെന്റിൽ നിന്ന് ഒരു പ്രതികരണവും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിതിലൊരു പ്രതികരണം കിട്ടണം എന്ന് വിചാരിച്ച് മാനേജ്മെന്റായിട്ട് സംസാരിക്കാൻ നോക്കിയപ്പോൾ ഒരിക്കൽ ക്ഷമിക്കണം, ഇൻസിഡന്റ് നടന്ന അന്ന് മുതൽ ഞങ്ങള് മാനേജ്മെന്റിനെ പല രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പോലും ഒരു റിപ്ലൈ പോലും ഞങ്ങൾക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. നമ്മുടെ മാനേജ്മെന്റ് അയച്ചിരിക്കുന്നത് ഒരു പവറും ഇല്ലാത്ത, ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങൾ ആ ഒരു സാറിന്റെ അടുത്ത് കാര്യങ്ങൾ കംപ്ലൈന്റ് പറയുമ്പോൾ ആ സാർ പറയുന്ന ഒരുപാട് പരസ്പര വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഉൾപ്പെടെ ഈ റാം സർ എന്ന് പറഞ്ഞ ആള് കറുത്തവനാണ്. ആ കറുത്ത ആൾക്ക് എങ്ങനെ കറുത്ത ആളെ അധിക്ഷേപിക്കാൻ പറ്റും എന്ന് വരെ അത്രയും പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ, ഒരു പവർ ഇല്ലാത്ത ആളെ ഇങ്ങോട്ട് വിട്ടേക്കുവാണ്. അത് മാനേജ്മെന്റിന്റെ ആളാണ്. അതെ, ഞങ്ങൾക്ക് ഇപ്പോൾ മാനേജ്മെന്റ് ഇന്ന് വരണം. പവർ ഉള്ള ആരെങ്കിലും ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകള് ഡിസിഷൻ മേക്ക് ഓൺ ദ സ്പോട്ട് ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളത് മാനേജ്മെന്റിനോട് സംസാരിക്കും. മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് അതിലൊരു തീരുമാനം വന്നില്ലെങ്കിൽ മാത്രം ഞങ്ങൾ മീഡിയ അപ്രോച്ച് ചെയ്യാനാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു ആള്, അതായത് നമ്മുടെ MD ഡോക്ടർ അദിനാൻ, അദ്ദേഹമോ അദ്ദേഹത്തിന്റെ അതേ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാള് വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ ബാക്കിയുള്ള HODമാർ ഉൾപ്പെടെ ആര് വിചാരിച്ചിട്ടും ഇവര് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടോ ഇവര് കിട്ടുന്നില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് ഡോക്ടർ റാം എന്ന വ്യക്തിയെ പുറത്താക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുപരി അത് മാത്രമല്ല കുറെ അധികം ഇതുകളും ഉണ്ട്. ഇതിലൊരു പ്രശ്നം, നിങ്ങൾക്ക് മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് ഇതുവരെ. മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പളെ വിളിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറ് സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂർ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. അവര് എന്തൊക്കെയോ നമുക്കറിയില്ല, അവരെന്താണ് ആരാണ് ഒന്നും അറിയില്ല. നിങ്ങളുടെ പഠന സൗകര്യങ്ങൾ ഇല്ല, അതെല്ലാം നമ്മള് മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാണ്. നമുക്ക് അങ്ങനത്തെ ഈ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് റാം സാറിന്റെ ഇവരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് പ്രതികരിച്ച ആരും നിതിന്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഇന്നത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പേര് പോകണം. അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ഉൾപ്പെടെ മണിക്കൂറുകൾ സമയമെടുത്ത് നമുക്കൊരു റിപ്ലൈ തിരിച്ചു കിട്ടാൻ. അതായത് നമ്മൾ അവിടെ പൊക്കോട്ടെ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോ അവര് പറയുകയാണ് ഞങ്ങൾക്ക് അതിലൊരു ഇതില്ല, അവര് അവിടുത്തെ പാരന്റ്സും നാട്ടുകാരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവര് പറഞ്ഞിട്ടും അതെ അത് നമ്മൾ പ്രതികരിച്ചതിന് ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവര് പറയുന്നത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവര് പറയുന്നത്. അപ്പോ അങ്ങനത്തുള്ള ഒരു മാനേജ്മെന്റിന് നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് വരെ ഞങ്ങൾ ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, നമുക്ക് ഇന്ന് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞ MD ഡോക്ടർ അദിനാൻ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉള്ള ആരെങ്കിലും, നമുക്ക് ആ ഒരു പേര് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഇതുവരെയായിട്ട് ആരെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇന്ന് രാവിലെ ഇല്ല അതുവരെ ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് തന്നെ അറിയുന്നത്. മനസ്സിലായി? നമുക്ക് അപ്പൊ ഇതില് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരാൾ വരുന്നവരെ ഞങ്ങൾ ഇങ്ങനത്തെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസിഷൻ വേണം. അതെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സ്റ്റുഡൻസും അത് മാത്രമല്ല ഹൗസ് സർജൻസും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ MK റാം മാത്രമല്ല, ആരോപണത്തിനെതിരെ ഒരുപാട് പേരുണ്ട്.
അധ്യാപകരല്ല, അധ്യാപകർ എപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അധ്യാപകർക്ക് പോലും അറിയില്ല മാനേജ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയില്ല. അപ്പൊ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രതികരണമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അറ്റ് യുവർ ഓൺ റിസ്ക് പോയിട്ട് വരണം, അവിടുത്തെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. റാമിനെ പുറത്താക്കിയതിന് ശേഷം നടപടി എന്തായിരിക്കും നിങ്ങളത്? ആ ഒറ്റ വിഷയത്തിൽ ഇവര് തീരുമാനം എടുത്തു. അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിന്റെ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാണ് ആദ്യം നോക്കും. എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു വിഷയം. റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ ഏതെങ്കിലും ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. ഈ 3 മാസത്തിനിടയിൽ കൊടുത്തിട്ടില്ല? ഇല്ല, കൊടുത്തിട്ടില്ല. ഈ നിതിന്റെ ഇൻസിഡന്റ് മാത്രം ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ്സ് കളക്ട് ചെയ്തോണ്ടിരിക്കുക. ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും പ്രതികരിച്ചത്. ഈ 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുള്ള കാര്യം തന്നെ. MK റാം മാത്രമാണോ നിങ്ങൾ ഇപ്പൊ പറയുന്ന ഈ പ്രശ്നമുള്ള അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് ഇവിടുന്ന ഒരു അധ്യാപകൻ? അത് ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് അധ്യാപകരുണ്ടോ? അധ്യാപകരുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്ക് ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുകയുള്ളൂ. ആവശ്യങ്ങളും അംഗീകരിക്കാതെ ഈ ഉപരോധം അവസാനിപ്പിക്കും? ഇല്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നവരെ നമ്മൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം, ഞങ്ങൾ ശ്രമിച്ചു 4 ദിവസമായിട്ട് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റാഫും എല്ലാവരും മാനേജ്മെന്റ് കോൺടാക്ട് ചെയ്യാനായിട്ട്. ആ 4 ദിവസമായിട്ടും ഇവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാലെങ്കിലും നിതിന്റെ വീട്ടിൽ പോകുന്നത് ഇന്ന് 3 മണിക്കുള്ളിൽ നിതിന്റെ വീട്ടിൽ പോണ തടസ്സമല്ല. ഇല്ല, ഞങ്ങൾ പോകും.